പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടനും ശബ്ദ കലാകാരനുമായ ഹരിയാണ്. മുതിർന്ന ഈ കലാകാരനുമായി സംസാരിക്കുന്നത് MV ശശികുമാർ. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി വളരെ അനുഗ്രഹീതനായ ഒരു ശബ്ദ കലാകാരനും അഭിനേതാവുമാണ്. സ്നേഹാദരത്തോടെ ഹരി എന്നറിയപ്പെടുന്ന ഹരികേശൻ തമ്പിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സിനിമയിലും ഡബ്ബിങ്ങിലുമൊക്കെ കൂടുതൽ കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. അതേസമയം ഇപ്പോൾ 19 വയസ്സായി. ഇനിയുള്ള കാലം എന്താണെന്ന് ആർക്കും പറയാനൊക്കില്ല. പക്ഷേ പഴയ ഓർമ്മകളുമായിട്ട് ഞാൻ കഴിഞ്ഞുകൂടുകയാണ്. 1953 കാലഘട്ടത്തിലാണ് സിനിമയിലേക്ക് ഞാൻ വരുന്നത്. ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടാണ് വന്നത്. എന്നെ ഈ രംഗത്ത് കൊണ്ടുവന്നത് ബഹുമാന്യനായ P. സുബ്രഹ്മണ്യം എന്ന വ്യക്തിയാണ്, മെരിലാൻഡ് സ്റ്റുഡിയോയുടെ ഉടമസ്ഥൻ. അദ്ദേഹം എൻ്റെ കഴിവ് കാണുകയും എന്നിലെന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും സിനിമയ്ക്ക് പറ്റിയതാളാണെന്ന് തോന്നുകയും അങ്ങനെയാണ് ഈ സിനിമാ രംഗത്തേക്ക് ഞാൻ വരുന്നത്. ഒരു ബാലതാരമായിട്ടാണ് വരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അദ്ദേഹം താങ്കളെ അഭിനയിക്കാനായി ബാലതാരമായി കണ്ടെത്തിയത്? അദ്ദേഹം എന്നെ കണ്ടെത്തിയെന്ന് പറയുന്നത് ശ്രീകുമാർ തിയേറ്ററിൽ ജോലിയുണ്ടായിരുന്ന ബേബി എന്ന് പറയുന്ന ഒരാൾ എന്നെപ്പറ്റി സുബ്രഹ്മണ്യമ്മനോട് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്നെ കാണണമെന്ന് പറഞ്ഞു. ചെന്ന് കാണുമ്പോൾ ന്യൂ തിയേറ്ററിൻ്റെ പ്രവേശിച്ച് അദ്ദേഹം ഉണ്ടായിരുന്നു. എന്നെ കണ്ടു, ഞാൻ തൊഴുതു, സംസാരിച്ചു, എന്നെ വിളിച്ചു. അന്ന് അനിയാന്നാണ് എന്നെ വിളിച്ചത്. അന്ന് എനിക്കൊരു 8-9 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. സിനിമയിലോ നാടകത്തിലുള്ള എന്തെങ്കിലും ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഉടൻ തന്നെ ഞാൻ വേലുത്തമ്പി ദളവയുടെ ഒരു ഡയലോഗ് അവിടെ ഞാൻ പറഞ്ഞു. അത് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ ഡയലോഗ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ മേന്മയ്ക്ക് വേണ്ടി, കുലത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ഞാൻ മരിക്കണം. അനുജ വിട്ട്, ഇല്ലെങ്കിൽ എൻ്റെ കൈകൊണ്ട് തന്നെ ഞാൻ മരിക്കും എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് കുത്തി ഞാൻ മരിച്ചു വീണു. ശ്വാസം അടക്കി നിന്നപ്പോൾ അദ്ദേഹം കൈയടിച്ച് പൊളാം. KP കൊട്ടാരക്കര അന്നുണ്ടായിരുന്നു. ഇതുപോലെ ഡയലോഗ് എഴുതി വയ്ക്കണം നമ്മുടെ സിനിമയിൽ, ഈ പയ്യൻ നന്നായിട്ട് വരും, പിന്നെ ഭാവിയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ എൻ്റെ സിനിമ രംഗ പ്രവേശനം. അന്ന് സ്കൂളുകളിലൊക്കെ അപ്പോൾ നാടകത്തിലൊക്കെ അഭിനയിച്ചിരുന്നു. എങ്ങനെയാണ് ഈ നാടകം അറിയുന്നത്? ഈ നാടകം കാണാനായിട്ട് എൻ്റെ അച്ഛനും അമ്മയും എന്നെ കാണാൻ കൊണ്ടുപോയിരുന്നു ഈ ടൗൺ ഹാളിൽ. അപ്പോൾ എനിക്കെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആരെങ്കിലും വീട്ടിൽ വന്നാൽ പോലും അവർ വന്നിരിക്കുമ്പോഴും അവരുടെ ചലനങ്ങളും അവരുടെ സംഭാഷണ രീതിയും ഒക്കെ ഞാൻ നോക്കി പഠിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഒബ്സർവേഷൻ എനിക്കുണ്ടായിരുന്നു. അതെന്നെ കൂടുതൽ സഹായിച്ചു. അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ ഞാൻ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. വീട്ടിലെല്ലാവരും പൊട്ടിച്ചിരിക്കും. പിന്നെ കുഞ്ഞുനാൾ മുതൽ കഥ പറയുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. അമ്മയും അച്ഛനും സഹോദരന്മാരും പിന്നെ മറ്റുള്ള ആൾക്കാരും കുടുംബ സദസ്സിൽ ഞാൻ കഥ പറയുമായിരുന്നു. അത് നിമിഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നൊരു കഥയാണ്. അങ്ങനെ അവർക്കെല്ലാം എന്നെ ഒരു വലിയ കഥ പറയുന്ന വ്യക്തിയായി കാണുകയും കരയുന്ന സമയത്ത് കരയുകയും ചിരിക്കുന്ന സമയത്ത് ചിരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്നിലെ കലാകാരൻ അവിടെ നിന്നാണ് പൊട്ടിമുളയ്ക്കുന്നത്. ഇക്കാലത്തെ സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഏകാംഗ അഭിനയം. അതെ, അങ്ങനെ ഒരു തുടക്കമായിരുന്നു. അങ്ങനെ സസ്പെൻസ് ക്രിയേറ്റ് ചെയ്താണ് ഞാൻ വന്നത്. മുഴുവനാക്കിയില്ല കഥ കൊണ്ടും. 3 സമയമാകുമ്പോൾ ഒരു സസ്പെൻസിൽ കൊണ്ട് നിർത്തും. ബാക്കി പറ എന്ന് പറയുമ്പോൾ അത് 3 കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ എനിക്ക് കഥ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ മനസ്സിലുണ്ടാക്കുന്ന കഥകളാണ്, പണ്ട് മുതലേ ഉള്ളതാണ്. ഈ കഥകൾ കേൾക്കുകയും വായിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു രീതി സ്കൂൾ പഠനകാലത്ത് അല്ലേ? അതെ. അപ്പോൾ സുബ്രഹ്മണ്യം മുതലാളി എങ്ങനെയാണ് ആദ്യത്തെ അവസരം തന്നത്? അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ വേലുത്തമ്പി ദളവയുടെ ഇത് കാണിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും അവകാശി എന്നുള്ള പടത്തിൽ ഞാൻ വരികയും ചെയ്തു. അവകാശി, അതെ, മാസ്റ്റർ ഹരിയായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് അവകാശി കഴിഞ്ഞ ഉടനെ ബാല്യസഖിയായി, ഹരിചന്ദ്രയായി, മന്ത്രവാദിയായി, അവരുണരുമായി, ഇങ്ങനെ കുറേ പടങ്ങൾ തുടർച്ചയായിട്ട് അഭിനയിച്ചു. അത് കഴിഞ്ഞൊരു മിഡിൽ സ്റ്റേജ് വന്നപ്പോഴാണ് സീത എന്ന പടത്തിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞ് ശബരിമല ശ്രീ അയ്യപ്പനായിട്ട് അഭിനയിക്കാൻ എൻ്റെ അവസരം കിട്ടി. അങ്ങനെ പുരാണ പടങ്ങളിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി എന്നൊരു പേര് ദൂഷ്യവും എനിക്കുണ്ടായി. കാരണം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് ഇഷ്ടഗാനങ്ങൾ പറയുന്നൊരു പരിപാടി കൂടിയാണ്. അപ്പോൾ നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? തീർച്ചയായും. ആദ്യമായി 1954 ഹരിചന്ദ്ര എന്ന സിനിമ മെരിലാൻഡ് സ്റ്റുഡിയോയുടെയാണ്. അതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഹരിചന്ദ്രൻ്റെ മകനായിട്ട്, ലോകിതാക്ഷനായിട്ട്. ആ ചിത്രത്തിൽ കമുകറ പുരുഷോത്തമൻ സാർ പാടുന്ന ആത്മവിദ്യാലയമേ എന്ന പാട്ടാണ് ആദ്യമായിട്ട് ഇന്ന് കേൾക്കേണ്ടത്. നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് സ്വാമി അയ്യപ്പനിൽ അതിൽ അയ്യപ്പനായിട്ട് വേഷമിട്ടു എന്നാണ്.
ഒരുപക്ഷെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമായിരുന്നു അതല്ലേ? അതെ വളരെയധികം പുണ്യപുരാണ ചിത്രങ്ങളിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുകയും വളരെയധികം റൺ ചെയ്ത പടമാണ്. അതെ, ഇതെടുത്തത് കോയമ്പത്തൂർ പക്ഷിരാജ സ്റ്റുഡിയോയിലെ ശ്രീരാമുലു നായിഡു എന്ന് പറയുന്ന ആളായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. അതിനകത്ത് ശ്രീകൃഷി സാറ്, അംബിക, കൊട്ടാരക്കര ചേട്ടനായിരുന്നു വാവരായിട്ട് അഭിനയിച്ചത്, മുത്തയ്യ, SP പിള്ള, അങ്ങനെ പലരും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ അഭിനയിക്കാൻ ഉണ്ടായി ആ പടം. അതൊക്കെ റിയലായിട്ട് എടുത്ത സാധനങ്ങളാണ്. 1 വർഷം കൊണ്ടാണ് ആ പടം പൂർത്തീകരിച്ചത്. അതിനകത്ത് റിയലായിട്ട് ഈ പുലിയുടെ പുറത്ത് കയറാനുള്ളൊരവസരം എനിക്കുണ്ടായി. അതെന്താണെന്നറിയില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടോ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ടോ അതിൻ്റെ പുറത്ത് കയറാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അത് കുഴപ്പമൊന്നും കാണിച്ചില്ല. സർക്കസിലെ പുലി അങ്ങനെയായിരുന്നു അതോ? അല്ല, സർക്കസിലല്ലായിരുന്നു, മദ്രാസിൽ നിന്ന് കൊണ്ടുവന്ന ട്രെയിൻഡ് പുലിയായിരുന്നു. അങ്ങനെ മൃഗങ്ങളുടെ പുറത്ത് കയറി കൂടുതൽ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. പുലിയുടെ പുറത്ത്, ആനയുടെ പുറത്ത്, കഴുതയുടെ പുറത്ത്, കുതിരയുടെ പുറത്ത്, ഇങ്ങനെ എല്ലാ മൃഗങ്ങളുടെ പുറത്തും എനിക്ക് കയറാനുള്ള അഭിനയിക്കുന്ന അവസരങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. അതെ, ആ സമയത്തൊക്കെ താങ്കളുടെ ശബ്ദം താങ്കൾ തന്നെയാണോ കൊടുത്തിരുന്നത്? അതെ. അന്ന് ഈ ഡബ്ബിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ശബ്ദം അപ്പം തന്നെ റെക്കോർഡ് ചെയ്യണം. ക്യാമറയും സൗണ്ടുമായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് ക്ലാപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന അപ്പം തന്നെ റെക്കോർഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് അവർ സിങ്ക് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ലാതെ ഡബ്ബിംഗ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. അതുകൊണ്ട് കാണാതെ പഠിക്കണം, നല്ല റിഹേഴ്സൽ എടുത്തിട്ട് ആ സീനൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ. വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യേണ്ടത് അന്നത്തെ കാലത്ത് സിനിമയിൽ അഭിനയിക്കുക. അന്ന് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പലർക്കും അത് സാധിക്കാത്തൊരു കാര്യം. കാരണം ശബ്ദം വേണം, സൗന്ദര്യം വേണം, എല്ലാ തരത്തിലുമുള്ള യോഗ്യതയുള്ള ഒരാൾക്ക് സിനിമയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇന്നങ്ങനെയല്ല. ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അന്ന് അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഈ മേക്കപ്പ് ടെസ്റ്റ് ഇടുകയും പിന്നെ ഫോട്ടോജീനിക് ആണോ എന്ന് നോക്കുകയും ഒക്കെ ചെയ്തത്. അയ്യപ്പൻ തന്നെ പടം എടുത്തപ്പോൾ ബംഗാളി ക്യാമറാമാനായിരുന്നു, സൈലന്റ് ബോസ് എന്ന് പറഞ്ഞയാൾ. അയാൾ എന്നെ മാത്രമല്ല ഒരുപാട് ആൾക്കാർ മേക്കപ്പ് ടെസ്റ്റ് ഇട്ടതിന് ശേഷം ആണ് എന്നെ സെലക്ട് ചെയ്തത്. അതുപോലെ മദ്രാസിൽ പോയി ഞാൻ കടത്തുകാരൻ എന്നുള്ള സിനിമയിൽ അഭിനയിക്കുമ്പോഴും മേക്കപ്പ് ടെസ്റ്റ് ഇട്ട് അതിന് ഫിറ്റാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് എനിക്ക് സിനിമയിൽ അവസരം തന്നത്. അന്ന് കടത്തുകാരനൊന്നും കളർ സിനിമ പോലും അല്ല. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. WR സുബ്ബറാവു എന്ന് പറഞ്ഞ ഈ അയ്യപ്പൻ്റെ സിനിമയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു? അല്ലായിരുന്നു, കളറായിരുന്നു. രണ്ടാമത്തെ കളർ ചിത്രമായിരുന്നു. ഇത് ഈസ്റ്റ്മാൻ കളറായിരുന്നു. ആദ്യത്തെ കളർ ചിത്രം കണ്ടംവെച്ചക്കോട്ട്, രണ്ടാമത്തെ പടമാണിത്. അതപ്പോൾ ഈ പടത്തിൻ്റെ മുഴുവൻ പേരെങ്ങനെയായിരുന്നു? ശബരിമല ശ്രീ അയ്യപ്പൻ. പിന്നെ ഈ പടത്തിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ പ്രോസസ്സിംഗ് ഒന്നുമില്ല, എല്ലാം ബോംബെയിൽ വേണം അയക്കാൻ. ബോംബെയിൽ അയച്ചിട്ടാണ്. ഇവിടെ അന്ന് കളർ ലാബൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ബോംബെയിൽ അയച്ച് അവിടെ നിന്ന് വേണം ഇത് വരാൻ. ഇത് കിട്ടിയോ കിട്ടിയില്ലേ, കളർ മിക്സായി പോയോ, എന്തൊക്കെയാണെന്നുള്ള കോമ്പിനേഷനൊക്കെ നല്ലവണ്ണം അറിയാവുന്ന ഒരു ക്യാമറാമാനെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ ക്യാമറ തന്നെ മിച്ചൽ ക്യാമറ എന്നൊരു ക്യാമറയാണ്. അത് ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നതല്ല. അത് കഴിഞ്ഞ് ക്യാമറ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമേ അത് യഥാർത്ഥ പൊസിഷൻ ആരൊക്കെ എവിടെ നിൽക്കുന്നു എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു സിനിമയായിരുന്നു അത്. ഒരുപാട് പുരാണ ചിത്രങ്ങൾ അഭിനയിക്കാനുള്ള അവസരം. കൃഷ്ണകുചേല, ഭക്തകുചേലയിലും അഭിനയിച്ചു. അംബിക, അംബാലിക, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ. ഞാൻ ഏറ്റവും കൂടുതൽ പുരാണ പടങ്ങളിൽ അഭിനയിച്ചത് ഞാനാണെന്ന് തന്നെ പറയാം. വേറെ ആരും ചെയ്തിട്ടില്ല. എന്തോ ദൈവികമായ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ എനിക്കൊരവസരം കിട്ടിയത്. അത് കിട്ടിയതാണെങ്കിലും എനിക്ക് അത് ദൂഷ്യം ചെയ്യുകയും ചെയ്തു. കാരണം ഇയാൾ പുരാണ പടങ്ങളിൽ മാത്രമേ അഭിനയിക്കാൻ പറ്റൂ, മറ്റുള്ള പടങ്ങളിൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ ഒരു തെളിവായിട്ട് ഞാൻ കൊണ്ടുവന്ന് മണിമുഴക്കം അഭിനയിച്ചിട്ടാണ്. പി എ ബക്കറിൻ്റെ 74 ഞാനൊരു പടം അഭിനയിച്ചു, മണിമുഴക്കം എന്ന് പറഞ്ഞു. അതൊരു അവാർഡ് പടം പോലെയായിരുന്നു. അതൊരു അവാർഡ് പടം പോലെയായിരുന്നു. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ് ആയിരുന്നു. അതിന് കിട്ടാനുള്ളൊരു കാരണം തന്നെ എന്നെ സുബ്രഹ്മണ്യം മുതലാളിയാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ആ സമയത്ത് ഒരു സിനിമ എടുത്തു, ഉദ്യാന ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട്. അതിലെ നായകനായിട്ട് എന്നെയാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. ആ സിനിമയിൽ ഞാനും റാണി ചന്ദ്രയാണ് അഭിനയിച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയായിരുന്നു. അപ്പോൾ ആദ്യമായി എന്നെ സിനിമയിൽ കൊണ്ടുവരികയും ഒരു നായകനാക്കുകയും ചെയ്തത് ശ്രീ സുബ്രഹ്മണ്യം മുതലാളി. ഉദ്യാനലക്ഷ്മിയാണ് ഞാൻ ഹീറോ ആയിട്ട് വരുന്നത്. അതായത് സോഷ്യൽ സിനിമ എന്ന് പറയാം. അത് എന്തോ സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടായില്ല. അതെനിക്ക് കാരണം അറിയില്ല. നമ്മുടെ എല്ലാ കുഴപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഓഡിയൻസ് ഓരോന്നാണല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. എല്ലാവരുടെ ജീവിതത്തിൽ അത് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. എനിക്കും അതുണ്ടായി. പക്ഷേ അത് എന്നെ സംബന്ധിച്ചോളം മണിമുഴക്കം അഭിനയിക്കാനുള്ള അവസരം കിട്ടി. മണിമുഴക്കം അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് യക്ഷിപ്പാറു എന്നുള്ള പടത്തിൽ അവസരം കിട്ടി. പിന്നെ ഞാൻ നായകനായത് കൽക്കി എന്ന് പറഞ്ഞ ശങ്കരനാഥ് സാറിൻ്റെ പടത്തിലാണ്. മലയാറ്റ രാമകൃഷ്ണൻ സാറ് എഴുതിയ ഒരു കഥയിൽ നായകനായിട്ട് ഞാൻ അഭിനയിച്ചു. അത് കഴിഞ്ഞ ഉടനെ എനിക്ക് വീരഭദ്രൻ എന്ന് പറഞ്ഞൊരു പടം കിട്ടി. VT ചന്ദ്രകുമാറിൻ്റെ നോവല് സിനിമയാക്കി. അതിലും ഞാൻ തന്നെയായിരുന്നു നായകനായിട്ട്. കൂട്ടത്തിൽ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ നായകനായപ്പോൾ എന്തായാലും പാട്ടൊക്കെ പാടി അഭിനയിച്ച് കാണുമല്ലോ. താങ്കൾ അഭ്രപാളിയിൽ ആദ്യമായിട്ട് അതരങ്ങൾ ചലിപ്പിച്ച ഗാനം ഏതാണ്? ഭാര്യയില്ലാത്ത രാത്രി എന്ന സിനിമയിൽ 1975 യേശുദാസ് പാടി
ഞാൻ അഭിനയിച്ചു ഗിറ്റാറൊക്കെ വെച്ചൊരു പാട്ട് പാടി. താരുണ്യത്തിൻ പുഷ്പകിരീടം താഴികക്കുടം എന്നുള്ള ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ രചനയിൽ ഞാൻ പാടി. ദേവരാജൻ മാസ്റ്റർ സംഗീതത്തിൽ ഞാൻ പാടി. നമുക്ക് ആ പാട്ട് ഒന്ന് കേൾക്കാം. അതിനു മുമ്പ് തന്നെ മിടുമിടുക്കി ഇത്തരം ചിത്രങ്ങളൊക്കെ അഭിനയിച്ചിട്ടില്ലേ? മൈനത്തെരുവ് കൊലക്കേസ് അല്ലേ? മിടുമിടുക്കി എന്നുള്ള പടത്തിൽ മൈനത്തെരുവ് കൊലക്കേസിൽ അഭിനയിച്ചു. മിടുമിടുക്കിയിലാണ് മറ്റേ അകലെ അകലെ നീലാകാശം സത്യമാഷ് പാടുന്നത്. അത് KG സേതുനാഥ് സാറിൻ്റെ കഥയായിരുന്നു. സത്യമാഷ്, ശാരദ, ബഹദൂർ, ഞാനൊക്കെയാണ് അഭിനയിച്ചത്. ഞാൻ അതിൽ ശാരദയുടെ സഹോദരനായിട്ടാണ് അഭിനയിച്ചത്. അതിലാണ് അകലെ അകലെ നീലാകാശം പാട്ട് തമ്പി സാറിൻ്റെ പാട്ടുള്ളത്. അത് ഡയറക്റ്റ് ചെയ്ത് ക്രോസ് ബെൽറ്റ് മണിയാണ്. ആ യാത്ര ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. കാരണം ട്രിവാൻഡ്രത്ത് നിന്ന് മദ്രാസ് വരെ കാറിൽ യാത്ര ചെയ്തു. ആദ്യമായിട്ടാണ് കാറിൽ യാത്ര ചെയ്യുന്നത് ഇത്രയും ദൂരം. ഞാനും ഡയറക്ടറും അതിൻ്റെ പ്രൊഡ്യൂസറായ മണി എന്ന് പറഞ്ഞാൽ. ഈ അകലെ അകലെ നീലാകാശമൊക്കെ തിരുവനന്തപുരത്തല്ലേ ഷൂട്ട് ചെയ്തത്? ഷൂട്ടിങ് ട്രിവാൻഡ്രത്തായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് വരികയുണ്ടായി. മദ്രാസിൽ സെറ്റിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാനിവിടെ മുളവമ്പോൾ, തിരുമല ഈ ഭാഗങ്ങളിൽ ഞാൻ വെറുതെ അടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ മുളവമ്പോളിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. ഈ ഡയറക്ടർ എന്ന് പറഞ്ഞ ആൾ ക്യാമറമാൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ പടമാണ്. എനിക്ക് ഇദ്ദേഹത്തെ മെരിലാൻഡ് സ്റ്റുഡിയോയിൽ വെച്ചേ അറിയാം. അങ്ങനെയാണ് ഞാൻ ആ പടത്തിൽ വരാനുള്ള കാരണം. മിടുമിടുക്കി സത്യമാസ്റ്ററുടെ കൂടെ അപ്പോൾ ഏകദേശം എത്ര ചിത്രങ്ങളിൽ അഭിനയിച്ച് കാണും? ഒരുപാട് പടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുകയുണ്ടായി. അദ്ദേഹം എന്നോട് വലിയ കാര്യമായിരുന്നു. എനിക്കും അദ്ദേഹത്തോട് വലിയ ബഹുമാനമായിരുന്നു. എന്തെങ്കിലും അഭിനയത്തിൻ്റെ കുറവുകളുണ്ടെങ്കിൽ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു. അതൊക്കെ എനിക്ക് വലിയ ഗുണമായിരുന്നു. അദ്ദേഹത്തെ ഒരിക്കലും എനിക്ക് മറക്കാനൊക്കെ ഇല്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിനയം നോക്കി നിന്നിട്ടുണ്ട്, എൻ്റെ അഭിനയം മറന്നിട്ട്. അപ്പോൾ അത്രയും ഒരു ആൾക്കാരുടെ കൂടെ മലയാള സിനിമയുടെ അതികായകനായ സത്യമാസ്റ്ററുടെ കൂടെയൊക്കെ അഭിനയിക്കുക എന്ന് പറയുന്നത് എന്നെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അത് ഈ പുതിയ തലമുറയ്ക്കൊന്നും സാധിച്ചിട്ടില്ലെങ്കിലും എനിക്ക് അദ്ദേഹത്തിനോട് ഒരുപാട് പടങ്ങളിൽ അഭിനയിക്കാനുള്ള, മകനായിട്ടും പിന്നെ സഹോദരനായിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ആപ്പോസിറ്റ് വന്ന പാവപ്പെട്ടവൾ എന്നുള്ള ഒരു സിനിമയ്ക്കകത്ത് ഞാൻ ആപ്പോസിറ്റ് ഒരു ചെറിയ വില്ലനായിട്ടൊക്കെ അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. കടത്തുകാരനിലും ഒരുമിച്ച് അഭിനയിച്ചു. കടത്തുകാരനിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 1965 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു. അതിൽ ഞാനൊരു പാട്ടിൽ സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കൃഷ്ണനാർ സാറാണ് സംവിധാനം ചെയ്തത്. കണ്ണൂർ സുകുമാരൻ എന്ന് പറഞ്ഞ ആളാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. ഒരു ഡ്യുവറ്റാണ്. മണിമുകിലെ മണിമുകിലെ മാനം മീതയിലാരുടെ പൊന്നിൻ തോണിയിലേറി പോണു എന്ന് പറയുന്ന പാട്ട്. അത് ഷൂട്ട് ചെയ്ത് കോഴിക്കോട് കോരപ്പുഴ എന്ന് പറയുന്ന നദിയിലാണ്. അതിൽ വള്ളം തുഴഞ്ഞുകൊണ്ടുള്ളൊരു പാട്ടാണ്. നല്ല പാട്ടായിരുന്നു. ആ പടവും നന്നായിട്ട് ഓടി. അന്ന് ഈ പാട്ടൊക്കെ കാണാതെ പഠിക്കുമായിരുന്നു. ഇപ്പോഴും വരികൾ മറക്കാതെ പറയുന്നു. അല്ല, ഈ പാട്ട് നമ്മൾ 2-3 പ്രാവശ്യം ഇട്ട് ഫുള്ളായിട്ട് കേൾപ്പിച്ച് തരും. അത് കഴിഞ്ഞ് കട്ട് ചെയ്താണല്ലോ എടുക്കുന്നത്, ബിറ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ലൈൻസ് മാത്രം പാടിയാൽ മതി. കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. പിന്നെ ആ ലിപ്പിനനുസരിച്ച് നമ്മൾ രാഗവിസ്താരങ്ങളൊക്കെ വരികയാണെങ്കിൽ അതനുസരിച്ച് കാണിക്കണം. അത് ഒരു ചെറിയ മിമിക്രിയാണെന്ന് വേണമെങ്കിൽ പറയാം. നസീർ സാറൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഞാനും കണ്ട് പഠിച്ചതല്ല, എന്നെ ആരും പഠിപ്പിച്ചതൊന്നുമല്ല. അപ്പോൾ കുഞ്ഞുനാൾ മുതൽ ഈ സിനിമയിലൊക്കെ അഭിനയിക്കാനുള്ളതും പാട്ട് പാടുകയൊക്കെ ചെയ്തുകൊണ്ട് പൊതുവെ ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല, പക്ഷെ പാട്ട് ആസ്വദിക്കുന്ന ആളാണ്. അപ്പോൾ അത് എനിക്ക് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എൻ്റെ ഈ പാട്ടുപാട് കാര്യത്തിൽ. അധിക നടന്മാരും പലപ്പോഴും നാടകങ്ങളിലൊക്കെ അഭിനയിച്ച് ഒരു പരിചയവും പരിശീലനമൊക്കെ കിട്ടിയിട്ടാണ് സിനിമയിലെത്തിയിട്ടുള്ളത്. താങ്കൾക്ക് അങ്ങനത്തെ ഒരു പരിശീലനമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അല്ല, ഞാൻ ഇതിനിടയ്ക്ക് ഒരു 70 കാലഘട്ടങ്ങളിൽ ഞാൻ ഈ നാടക രംഗത്തേക്ക് വരികയുണ്ടായി. ചങ്ങനാശ്ശേരി ഗീതയുടെ നാടകങ്ങളിൽ അഭിനയിക്കുന്നു. അതെനിക്ക് വളരെ ജീവിതത്തിൽ വളരെയധികം അനുഭവങ്ങൾ കിട്ടിയ ഒരു കാര്യമാണ്. അപ്പോൾ നിരവധി സിനിമകളിൽ അഭിനയിച്ച ശേഷം പിന്നീട് നാടകങ്ങളിലേക്ക് വന്നു. കാരണം എൻ്റെ പടങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ എൻ്റെ അടുത്ത് ജോസ് പ്രകാശ് സാറ് പറഞ്ഞു, ഹരി ഒരു കാര്യം ചെയ്യൂ, നാടകത്തിൽ പോവുക, മാനസികമായി സാമ്പത്തികമായി നേട്ടം ഉണ്ടാവും, അതുകൊണ്ട് നാടകത്തിൽ പോകണം എന്ന് പറഞ്ഞ് എന്നെ ഉപദേശിച്ചു. അങ്ങനെ ഞാൻ ചങ്ങനാശ്ശേരി വരികയും ഗീതയിൽ അഭിനയിച്ചു. മണ്ണ്, രശ്മി, ജ്വാല, നിറങ്ങൾ എന്നുള്ള നാടകങ്ങളൊക്കെ അഭിനയിക്കാനുള്ള അവസരം കിട്ടി. സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാകുന്ന എപ്പോഴും സിനിമയിൽ നിൽക്കുമ്പോഴല്ലേ? അല്ല, അന്നത്തെ കാലഘട്ടത്തിൽ നാടകത്തിൽ നിന്നാണ് എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. ഈ സിനിമ എന്ന് പറയുന്ന 1 വർഷം കൊണ്ട് നിർമ്മിക്കുന്ന ഒരു സിനിമ പ്രോസസ്സിങ്ങാണ് നടക്കുന്നത്. നാടകം അന്നന്ന് കിട്ടുന്ന ശമ്പളം നമ്മുടെ അന്നന്ന് തന്നെ കയ്യിൽ കിട്ടും. പിന്നെ മാനസികമായൊരു സന്തോഷം അതിനകത്തുണ്ട്. നമ്മൾ എന്ത് പറയുന്നു അതിനോടൻ തന്നെ ഓഡിയൻസിൻ്റെ റിയാക്ഷനും ഉണ്ടാകും. സിനിമയ്ക്ക് അതില്ല. സിനിമ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോൾ അഭിനയിച്ച് മോശമായാൽ അവർ കട്ട് ചെയ്ത് കളയും, നന്നായിട്ടുണ്ടെങ്കിൽ ഇടും. പിന്നെ ഇതിൻ്റെ റിസൾട്ട് വരുന്നത് സിനിമ റിലീസ് ചെയ്ത് ഓഡിയൻസ് കണ്ടതിന് ശേഷമാണ്, വളരെ കാലത്തിന് ശേഷമാണത് അതിൻ്റെ റിസൾട്ട് അറിയുന്നത്. നാടകം അങ്ങനെയല്ല. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ശരിയായ കലയെന്ന് ചോദിച്ചാൽ നാടകം തന്നെയാണ്. എനിക്കത് നാടകത്തിൽ നിന്ന കാലത്തിൽ എനിക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള എൻ്റെ കലാകാരനിൽ എനിക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ട്, മറക്കാൻ പറ്റാത്ത. അതെനിക്ക് ഈ ഡബ്ബിങ്ങിലും ഗുണം ചെയ്തു. നാടകത്തിൽ ഞാൻ എൻ്റെ കൂടെ
അഭിനയിച്ച തിലകൻ, പിന്നെ അബൂബേക്കർ, പിന്നെ ആലഞ്ചേരി, കെ ജേക്കബ്, ഇങ്ങനെയുള്ള പല പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു. അവരൊക്കെ അഭിനയിക്കുന്നത് കണ്ടും അവരുടെ ശബ്ദങ്ങൾ എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നതെന്നും കണ്ടത് എനിക്ക് ഈ ഡബ്ബിംഗ് രംഗത്ത് വന്നപ്പോൾ അത് ഉപയോഗിക്കാൻ സാധിച്ചു. എങ്ങനെയാണ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി പിന്നീട് ഡബ്ബിങ്ങിലേക്ക് മാറുന്നത്, ശബ്ദകലാകാരനായി മാറുന്നത്? അതായത് 1980 ഞാൻ ഈ ഡബ്ബിംഗ് പ്രൊഫഷനിലേക്ക് വരുന്നത്. അപ്പോൾ വരാനുള്ള കാരണം ഈ സിനിമയൊക്കെ പരാജയപ്പെട്ടപ്പോൾ വീണ്ടും നാടകരംഗത്തേക്ക് വരാമെന്നൊരു തീരുമാനത്തോടു കൂടി. ഞാൻ വിവാഹിതനാണ്, 2 കുട്ടികളുടെ അച്ഛനുമായിരുന്നു. അപ്പോൾ തിരിച്ച് വരാൻ ഇരിക്കുന്ന സമയത്ത് അടൂർ ബാസിയുടെ ചേട്ടൻ ചന്ദ്രാജി ചേട്ടൻ അന്ന് RK ലാബിലെ മാനേജരായിരുന്നു. എൻ്റെ ഈ മണിമുഴക്കമൊക്കെ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഹരിക്ക് പോകണ്ട, മദ്രാസത്തിന് നിൽക്കണം, നിങ്ങൾക്ക് നല്ലൊരു ശബ്ദമുണ്ട്, ആ ശബ്ദം നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, ഞാൻ എൻ്റെ ശബ്ദം എൻ്റെ കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, വേറൊരാൾക്ക് ഞാൻ കടം കൊടുക്കാറില്ല. ഇല്ലല്ല, ഹരി അത് തെറ്റിദ്ധരിക്കുകയാണ്, ഞാനത് വേണ്ട ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ഒരു തെലുങ്ക് പടമാണ് ഡബ് ചെയ്യുന്നത്. ചട്ടമ്പി കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു തെലുങ്ക് പടം മലയാളത്തിലേക്ക് ഡബ് ചെയ്തു. അങ്ങനെ എന്നെ കൊണ്ട് അതിനകത്ത് ഡബ് ചെയ്യിപ്പിക്കാനുള്ള അവസരം പുള്ളിയാണ് ഉണ്ടാക്കിയത്. രാജശേഖർ റെഡ്ഡി എന്ന് പറയുന്നൊരു വില്ലനാണ് ഞാൻ ഡബ് ചെയ്തത്. അത് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആൾക്കാർ ഇത് കേട്ടോണ്ടിരുന്നവർ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ശബ്ദം വില്ലനല്ല, ഹീറോയ്ക്കാണ് നല്ലത് എന്ന് പറഞ്ഞ് അടുത്ത പടം മുതൽ ഐ ലവ് യു എന്ന് ചിരഞ്ജീവിയുടെ പടത്തിൽ ഞാൻ ചിരഞ്ജീവിക്ക് ഡബ് ചെയ്യണം. അന്ന് പ്രശസ്തരായിട്ടുള്ള പലരും ഉണ്ട്, കോട്ടയം ശാന്ത, പാലാത്താങ്കോ, ഇങ്ങനെ പല പ്രശസ്തരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അവരുടെ ഇടയിലാണ് ഞാൻ ചെന്ന് ചാടുന്നത്. അങ്ങനെ ഞാൻ ആ പടം ചെയ്തു. പിന്നെ തുടർച്ചയായിട്ട് 100-300 പടങ്ങളോളം എനിക്ക് ഈ നായക ശബ്ദം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പുറമെ മലയാള സിനിമകളിലും മലയാള നടന്മാർക്ക് വേണ്ടിയിട്ടും താങ്കൾ ശബ്ദം കൊടുത്തിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് പ്രമുഖർ? ഫസ്റ്റ് ദേവന് വേണ്ടി ന്യൂഡൽഹി, ദിനരാത്രങ്ങൾ എന്ന് പറഞ്ഞ് കുറേ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. 60 പടത്തോളം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻ രാജു. ഇവരൊന്നും സ്വന്തം ശബ്ദം കൊടുക്കില്ലായിരുന്നു, ദേവനും ക്യാപ്റ്റൻ രാജു ഒന്നും? അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്നെയാണ് വിളിച്ച് ഇതൊക്കെ ചെയ്യിക്കാറുള്ളത്. ദേവൻ്റെ ആദ്യ പടം ചെയ്തത് ആഗ്രഹം എന്നുള്ള പടമാണ്. രാജസേനൻ ഡയറക്റ്റ് ചെയ്തത് ആഗ്രഹം എന്നുള്ള പടത്തിൽ നായകനായിട്ട് ദേവൻ അഭിനയിക്കുന്നു. എന്നെയാണ് വിളിച്ച് ഹീറോയുടെ വോയിസ് കൊടുത്തത്. ഒരു മിന്നാമിനിങ്ങിൻ്റെ നിറങ്ങോട്ടം അതും ഞാനാണ് ചെയ്തത്. ഞാനാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻ രാജുവിന് നാടോടിക്കാറ്റ് എന്നുള്ള പടത്തിൽ പവനായി ശവമായി എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഞാൻ ഇപ്പോഴും എനിക്കുണ്ട്. ക്യാപ്റ്റൻ ആദ്യം ചെയ്ത പടം ഇതായിരുന്നു, അവനാഴി. അപ്പോൾ അങ്ങനെ അത് കുറേ പടങ്ങൾ ചെയ്തു. ശ്രീരാമന് ചെയ്തു, വൈശാലിയിൽ ശ്രീരാമന് ചെയ്തിരിക്കുന്നത് ഞാനാണ്. VK ശ്രീരാമൻ. അതെ, ശ്രീരാമന് ഞാനാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ശ്രീരാമൻ തന്നെ നാരായം എന്നുള്ള പടത്തിനകത്തൊരു മുസ്ലിം ക്യാരക്ടർ ചെയ്തു. അത് ഞാനാണ് ചെയ്തത്. വളരെ ആലോചിച്ചും അവർ പറഞ്ഞു വന്ന രീതിയിലും ചെയ്തു. പിന്നെ എനിക്ക് വളരെ മെമ്മറബിളായിട്ട് തോന്നുന്നത് കഥാനായകൻ എന്ന സിനിമയിൽ ജയറാമിൻ്റെ കഥാനായകൻ ചെയ്തിട്ട് കലാമണ്ഡലം കേശവന് ഞാൻ ഡബ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഓരോ വെറൈറ്റി റോൾസാണ് ഞാൻ ഡബ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മാത്രമല്ല, പല പ്രായമായവർക്കും യങ്സ്റ്റേഴ്സിനും ഒക്കെ ചെയ്യാറുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാനവിടെ മൈക്കിൻ്റെ മുമ്പ് പോകുമ്പോൾ എനിക്ക് ആ ക്യാരക്ടറായിട്ട് മാറാൻ പറ്റും. അമോൽ പാലേക്കർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു. ഓളങ്ങൾ പടത്തിനകത്ത് അമോൽ പാലേക്കർക്ക് ഞാൻ ചെയ്തു. അതൊരു ചെറിയ ശബ്ദമായിട്ടും ചെയ്യാൻ പറ്റുന്നു. അതേപോലെ അതെ, അത് എനിക്ക് എന്താണെന്നറിയില്ല. ഞാനത് ആ ക്യാരക്ടർ കാണുമ്പോൾ എനിക്കത് മനസ്സിനകത്ത് ഇന്ന റേഞ്ച് ഡബ് ചെയ്തായിരിക്കും എന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ്. ഒരിക്കലും ഭരത് ഗോപിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അതായത് എന്തുകൊണ്ടാണ് അദ്ദേഹം ശബ്ദം കൊടുക്കുന്ന വ്യക്തി? അദ്ദേഹം സുഖമില്ലാതായി. ലെനിൻ ഡയൻ്റെ മീനമാസത്തിലെ സൂര്യൻ പടം അതാണ്. അതിനകത്ത് അധ്യാപകനായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ മദ്രാസിൽ നിന്ന് പ്ലെയിനിൽ വന്ന് ചിത്രാഞ്ജലിയിൽ വന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഭരത് ഗോപിക്കൊക്കെ ഡബ് ചെയ്യണം. അല്ല, ആ പുള്ളിക്ക് വയ്യ, സംസാരിച്ചിട്ട് വ്യക്തമാകുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചതെന്ന് പറഞ്ഞ് ലെനിൻ ഡയനെ വിളിച്ചു. അത് വൈകുന്നേരത്തെ ഫ്ലൈറ്റിലാണ് ഞാൻ വന്നത്. ആ ഡബ്ബിങ് തുടങ്ങി. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമാണ്. വേറെ ഒന്നുമില്ല, വൈകിട്ട് തുടങ്ങിയ ഡബ്ബിങ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 3 മണിക്കാണ് തീരുന്നത്. എഞ്ചിനീയേഴ്സ് മാറി, അവർ മാറി, ഇവർ മാറി, എല്ലാവരും മാറി. പക്ഷേ എനിക്ക് മാറാൻ പറ്റില്ലല്ലോ. ഞാൻ അവിടെ തന്നെ മുഖമൊക്കെ കഴുകി വല്ലൊക്കെ തേച്ചു. ഞാൻ അവിടെ തന്നെ ചിത്രാഞ്ജലി ഡബ് ചെയ്ത പടമാണ് മീനമാസത്തിലെ സൂര്യൻ ഭരത് ഗോപിക്ക്. പിന്നെ 2-3 പടം കൂടെ ഞാൻ ചെയ്യേണ്ടി വന്നു. വാർദ്ധക്യപുരാണത്തിൽ ചെയ്യേണ്ടി വന്നു. പിന്നെ ഒന്ന് ഐസ്ക്രീം എന്നൊരു പടത്തിൽ ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ കുറേ അവരെ നിർബന്ധിച്ചല്ല, അവരെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അതുപോലെ തിലകന് ഞാൻ 1-2 പടങ്ങൾ ചെയ്യേണ്ടി വന്നു. ഇതെല്ലാം കേട്ടിട്ട് അദ്ദേഹം ഭരത് ഗോപിയെ പോലെ വലിയൊരു നടൻ എന്ത് പറഞ്ഞു താങ്കളുടെ? അല്ല, ഒന്നും പറഞ്ഞില്ല, നന്നായിരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു തിലകനും ഞാൻ ചെയ്തിട്ടുണ്ട്. ഷവരിയാർ മുഖായൽ, സിംഹധ്വനി, ഇങ്ങനെ കുറേ പടങ്ങൾ എനിക്ക്. ഈ പരിചിതമായ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ തിരിച്ചറിയില്ലേ പ്രേക്ഷകർ? എന്താണെന്ന് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിലകരുടെ ബീവ് തിലകനായി മാറാറുണ്ട്, ഗോപിയാകുമ്പോൾ ഗോപിയായിട്ട് ഞാൻ മാറാറുണ്ട്. അങ്ങനെ പലരും ഞാൻ മാറിയാണ് ചെയ്തിട്ടുള്ളൂ. ബാബു ആന്റണിക്കും ചെയ്തിട്ടുണ്ട്. ധാരാളം പടങ്ങൾ ബാബു ആന്റണി പറയുമ്പോൾ ചെറിയൊരു ശബ്ദമുള്ള വ്യക്തിയാണ് ബാബു ആന്റണി. അതെ, അത് ഞാൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ബാബു ആന്റണിക്ക് വേണ്ടി. അതെ.
ബാബു ആന്റണി പറഞ്ഞപ്പോഴാണ് ബാബു നമ്പൂതിരിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? കാരണം അത് വളരെ വ്യത്യസ്തമായ ഒരു ശബ്ദമാണല്ലോ. നിറക്കൂട്ട് എന്ന പടത്തിനകത്ത് ജോഷി സാറിൻ്റെ പടത്തിനകത്ത് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഒരു ആൻറ്റി വില്ലനാണ് ക്യാരക്ടർ. അത് ഞാനാണ് ചെയ്തത്. അതുപോലെ ക്രൈം ഫയൽ അല്ലേ? ക്രൈം ഫയൽ, അതിനകത്ത് ചീഫ് മിനിസ്റ്ററായിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്, അതും ഞാനാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ശബ്ദങ്ങൾ മാറ്റി മാറ്റി ചെയ്യാൻ, അത് മിമിക്രി അല്ല ആക്ച്വലി, എന്നെ സംബന്ധിച്ചോളം മിമിക്രി അല്ല. ആ ക്യാരക്ടർ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ ആ ശബ്ദമായിട്ട് അങ്ങ് മാറും. അതാണ് എൻ്റെ ഫാക്ടർ. രാജൻ ബി ദേവിന് ഒരു മുസ്ലിം ക്യാരക്ടർ ഞാൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ മുസ്ലിം ക്യാരക്ടറിനെ പറ്റിയൊന്നും അറിയില്ല, പക്ഷേ ആരെങ്കിലും പറഞ്ഞു കണ്ടാൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്, ചെയ്യാറുണ്ട്. ചാരുഹാസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ചാരുഹാസിന് വേണ്ടി ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ. രുക്മ, പുനർജന്മം, പിന്നെ വഴിയോര കാഴ്ചകൾ, ഒരുപാട് പടങ്ങൾ ഞാൻ ചാരുഹാസിന് ചെയ്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞ ഒരു 1000കണക്കിന് പടം ഞാൻ ചെയ്തു. രതീഷിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഉണ്ട്. വീണ്ടും തീരാ പിന്നെയും തീരാ എന്നുള്ള പടത്തിൽ രതീഷിന് ഞാൻ ചെയ്തു. എൻ്റെ ഇതൊക്കെ ഓർമ്മകളാണ്. 1000കണക്കിന് പടം ചെയ്യാൻ 11 അങ്ങനെ പടം രതീഷിന് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. നന്ദി വീണ്ടും വരിക, യുവജനോത്സവം, ഇങ്ങനെ കുറേ പടങ്ങൾ ചെയ്യേണ്ടിയുണ്ട്. കാരണം ഞാൻ അവരുടെ ശബ്ദം മോശമായതുകൊണ്ടല്ല, ചില സാഹചര്യങ്ങളിൽ അവർക്ക് വരാൻ പറ്റാത്ത വീട്ടിലൊക്കെ വരുമ്പോൾ എനിക്ക് ചെയ്തേ പറ്റൂ. ശങ്കറിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. വീണ്ടും ജലിക്കുന്നു ചക്രം, ഇങ്ങനെ കുറേ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അപ്പോൾ ഒരു നായകൻ്റെ സ്ഥിരം ശബ്ദമായി മാറിയില്ല? അങ്ങനെ മാറാൻ ഇത് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് മൂമെൻറ്റിലാണ് ഇവർ തീരുമാനിക്കുന്നത്, ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സിനും ഓരോരുത്തരെ വിളിക്കുന്നത്. ആ വിളിക്കുന്ന സമയത്ത് ഇവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർക്ക് പടം റിലീസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കണം എന്നൊരു തോന്നൽ വരും. അപ്പോൾ സെലക്ട് ചെയ്യുന്നത് എൻ്റെ പേരായിരിക്കും. കാരണം ഇത് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്. ഇത് കാണാതെ പഠിക്കുകയും മനസ്സിൽ ഉറച്ചു നിൽക്കുകയും മെമ്മറി പവറൊക്കെ ധാരാളം വേണം ഈ ഡബ്ബിങ്ങിന്. അതില്ലാത്തവർക്ക് പറ്റില്ല. ഇവിടെ നമ്മൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെ കാര്യം ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കില്ല. അപ്പോൾ ആ സമയത്ത് ടേക്ക് സമയത്തായിരിക്കും നമ്മളോട് വിളിച്ച് പറയുന്നത്, അലിയേട്ടാ അവിടെ ആ മുളൽ കൊടുത്തേക്കണം, അവിടെ ആ ചിരി കൂടെ വേണം കേട്ടോ എന്ന് പറയും. അപ്പോൾ നമ്മളതെല്ലാം ഫീഡ് ചെയ്യുകയാണ്. ആ സമയത്ത് ഞാൻ കൊടുത്തിരിക്കും. അവരെക്കാൾ ഭംഗിയായിട്ട് ഞാൻ ചെയ്യാൻ നോക്കാറുണ്ട്. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? സ്വാമി അയ്യപ്പൻ എന്ന പടത്തിൽ നാരദനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അത് ഹരിനാരായണ ഗോവിന്ദ ഇതിലെ പാട്ടുണ്ട്, യേശുദാസ് പാടിയത്. ആ ഗാനം കേൾക്കാം. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഡബ്ബിങ്ങിൻ്റെ ബേസ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പം നമ്മളൊക്കെ സംസാരിക്കുന്നത് പല ടൈമിങ്ങിലാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് ചെല്ലുമ്പോൾ ആ നിൽക്കുന്ന കഥാപാത്രം എന്താണോ ടൈമിങ് ചെയ്തിരിക്കുന്നത് ആ ടൈമിങ്ങിലേക്ക് നമ്മൾ പോകണം. ഉദാഹരണത്തിന് മമ്മൂട്ടിക്ക് വേണ്ടി ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, ട്രാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പറയുന്നു, കാണാമറയത്ത്, പിന്നെ CBI ഡയറിക്കുറിപ്പ്, ഇങ്ങനെ. അപ്പോൾ മമ്മൂട്ടിയുടെ ഡബ്ബിങ് സ്റ്റൈൽ വേറെന്നാ. അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം കൊടുത്തിട്ടില്ലല്ല, ഇത് അദ്ദേഹത്തിൻ്റെ ട്രാക്കാണ്. യേശുദാസ് പാടുന്ന പോലെ വേറൊരാൾ പാടുന്നു എന്ന് പറയുന്നില്ല, ട്രാക്ക് പാടാറുണ്ട്. ഗാനരംഗത്ത് ഈ ഇതിനുണ്ടാകും ട്രാക്ക് പാടുക. അപ്പോൾ നമ്മൾ ട്രാക്ക് പറയാൻ പോവുകയാണെങ്കിൽ എന്നെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. ആ സ്പീഡിൽ വേണം നമ്മൾ പറയാൻ. അയാളുടെ സ്പീഡിലേക്ക് നമ്മൾ പോകണം. പതുക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ആ താളത്തിനൊത്ത് പോകണം. നമ്മുടെ താളത്തിൽ ഒരിക്കലും ഡബ്ബിങ് നിൽക്കില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വരുന്ന കഥാപാത്രത്തിൻ്റെ താളമാണ്. ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്കൊരു താളമുണ്ട്, മോഹൻലാലിനൊരു താളമുണ്ട്, ജയറാമിനൊരു താളമുണ്ട്, ഈ ദിലീപിനൊരു താളമുണ്ട്, ഈ പൃഥ്വിരാജർക്ക് ഓരോ താളമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ താളത്തിലേക്ക് നമ്മൾ പോകണം. പോയാൽ ഈ ഡബ്ബിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മുടെ താളത്തിലേക്ക് ഒരിക്കലും അവർ വരില്ല. അതെ, ആദ്യത്തെ 2-3 ഡയലോഗ് വരുമ്പോഴേ എനിക്ക് മനസ്സിലാക്കിയത് ഇന്ന താളത്തിൽ അത് പോയിരിക്കണം. അത് കറക്റ്റായിട്ട് ഞാൻ കണ്ടുപിടിക്കും, അത് ചെയ്തിരിക്കും. പിന്നെ എനിക്കൊരു വലിയ ഇതുള്ളത്, ഞാൻ കൂടുതലും കാണാതെ പഠിക്കാറില്ല. എനിക്ക് ഈ പേപ്പർ വെച്ചിട്ട് പറയാൻ സാധിക്കും. ഒരു കണ്ണ് സ്ക്രീനിലും ഒരു കണ്ണ് ഞാൻ പേപ്പറിലും വയ്ക്കും. അത് ബുദ്ധിമുട്ടാണ്. ഈ കോവിലിൽ മണിയടിക്കുകയും പിന്നെ കർപ്പൂരം കാണിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ നമ്മൾ ഒരു കണ്ണ് ഇതിലിടും, ഒരു കണ്ണ് സ്ക്രീനിലും വയ്ക്കും. ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ ഈ മുകളിൽ നിന്ന് താഴെ വന്ന് താഴെ നിന്ന് മുകളിലേക്ക് പോകും. അതായത് ടൈമിങ്. ഈ ലിപ്സിംഗ് എങ്ങനെയാണ് കറക്റ്റായി? അപ്പോൾ ലിപ്സിംഗ് കറക്റ്റായിരിക്കും, സംശയിക്കേ വേണ്ട. പിന്നെ ഇതിൻ്റെ ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് ഞാൻ മാർക്ക് ചെയ്യും. ഇത് ഇടുമ്പോൾ തന്നെ ഞാൻ മാർക്ക് ചെയ്തോളും. എവിടെയൊക്കെയാണ് ഗ്യാപ്പ് വീണിരിക്കുന്നത്, എവിടെയൊക്കെയാണ് ശ്വാസം വിട്ടിരിക്കുന്നത്, എവിടെയൊക്കെയാണ് ചിരിച്ചിരിക്കുന്നത്, എവിടെയൊക്കെ കരയുന്നുണ്ട്, എവിടുത്തെ ഫീലിംഗ് വേണം എന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കും. അപ്പോൾ അവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്കത് വരും. ഏതെങ്കിലും വ്യക്തികൾക്ക് എടുത്തു പറയാൻ കഴിയുമോ ഏറ്റവും പ്രയാസമായിരുന്നു ആ കഥാപാത്രത്തിന് വേണ്ടി ഡബ് ചെയ്യാൻ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? അതായത് ബാലചന്ദ്രൻ മേനോൻ സാറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, ഷമ്മി കപൂർ അഭിനയിച്ചത്. അങ്ങേര് പറഞ്ഞിരിക്കുന്നത് സുഖം സുഖകരം. ഒരു അപ്പനായിട്ട് അഭിനയിച്ചിരിക്കുന്നു. താടിയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചെന്നു, അപ്പോൾ മേനോൻ സാർ എന്നോട് പറഞ്ഞു, അടി ഒരു കാര്യമുണ്ട്, പുള്ളിക്ക് മലയാളം വരില്ല, അതുകൊണ്ട് ഞാൻ ഈ 1 2 3 4 5 6 7 8 9 10 എന്നാണ് പറയിപ്പിച്ചിരിക്കുന്നത്, അതിനൊപ്പിച്ച് ഹരി കൊണ്ട് പറയണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെയാണ്, പുള്ളി നടന്നുകൊണ്ട് പറയുകയാണ്, മകളോട് പറയുകയാണ് 1 2 3 4 5 6 7 8 9 10
1 2 3 4 5 6 7 8 9 10. ഇപ്പം ഇവിടെ പറയേണ്ട ഡയലോഗ്, മോളെ അപ്പൂപ്പനുണ്ട് നിൻ്റെ കൂടെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്തു തരാം. ഇതാണ് അവിടെ പറയേണ്ടത്. എങ്ങനെ പറയും? കേൾക്കാൻ പറ്റില്ല, ലിപ്പ് കിടക്കുന്നത് അങ്ങനെയാണ്. ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയ ഒരു പടമായിരുന്നു. ബാലേന്ദ്രൻ മെൻസന്റെ ഡയലോഗ് ഇരിപ്പുണ്ട്. അവിടെ കേൾക്കുന്നത് 1 2 3 4 5 6 7 8 9 10 എന്നാണ്. അവിടെയാണ് നമ്മൾ ഇത് പറയേണ്ടത്. ആലോചിച്ച് നോക്കട്ടെ എങ്ങനെ ഇരിക്കും. അതൊന്ന്. രണ്ടാമത് എനിക്ക് കിട്ടിയ വേറൊരു പടം മനഃശാസ്ത്രജ്ഞൻ്റെ ഡയറി എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു. അതിനകത്ത് മാത്യു വെല്ലൂരാണ് അഭിനയിച്ചിരിക്കുന്നത്, ഡോക്ടർ. അദ്ദേഹം വളരെ സ്വാഭാവികമായിട്ട് പറഞ്ഞത് തന്നെയൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മാറ്റി പറയണം എന്ന് പറഞ്ഞു. ഞാനിവിടെ വല്ലാതെ വെള്ളം കുടിച്ചു. കാരണം ഇതിനൊക്കെ നോക്കിയിട്ട് ഞാൻ തന്നെ അത് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയൊക്കെ ഞാൻ തന്നെ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ കൂട്ടൊക്കെ ആക്കിയിട്ടാണ് അത് ചെയ്തത്. മനഃശാസ്ത്രജ്ഞൻ്റെ ഡയറി വല്ലാതെ ബുദ്ധിമുട്ടിയ ഒരു പടമായിരുന്നു അത്. പിന്നെ ഞാൻ ഈ മൃഗങ്ങൾക്ക് ചെയ്ത ഒരു പടം ഉണ്ടായിരുന്നു, കാടിൻ്റെ ഗീഡ് എന്ന് പറഞ്ഞു. അതിലൊരു കുരങ്ങനാണ് ഹീറോ. ലിപ്സിങ്ക് നോക്കണ്ടല്ലോ, ബാക്കി അത് കടലയിട്ട് കൊടുത്തിരിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴാണ് ഡയലോഗ് പറയേണ്ടത്. ഗൗരി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ കുരങ്ങൻ കടല നിർത്തുമ്പോൾ നമ്മൾ നിർത്തണം. കടല വായിക്കാത്ത കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയാണ്. ആ മൂവ്മെൻറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യണം, നിർത്തണം. അപ്പോൾ എഴുതിയത് MT സാറാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഹരി ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിയപ്പോൾ വളരെ സ്റ്റൈലിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞു, സാറ് പറയുന്നത് ശരിയാണ്, പക്ഷേ ഇത് ആ കുരങ്ങിൻ്റെ ബാക്കിനകത്ത് നിൽക്കില്ല. കുരങ്ങ് വായടയ്ക്കുമ്പോൾ എനിക്ക് നിർത്തണം. അപ്പോൾ ഞാനിതിനകത്ത് കൈവയ്ക്കുന്നതിൽ സാറിന് വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല വിഷമമില്ല, കാരണം സാറിൻ്റെ സ്ക്രിപ്റ്റിലൊന്നും ആരും കൈവയ്ക്കാൻ പാടില്ല, അത് വളരെ നിർബന്ധമുള്ളതാണ്. ഡയറക്ടറോട് പറയും ആ എഴുതിയിരിക്കുന്ന അത് തന്നെ പറയണമെന്ന്. അപ്പം ഞാൻ സ്വതന്ത്രമായിട്ട് പറഞ്ഞു, സാർ പറയുന്ന സംഭവം കിട്ടും, പക്ഷേ ചിലപ്പോൾ മുറിച്ചേ പറയാൻ പറ്റുള്ളൂ. കാരണം കുരങ്ങൻ്റെ ഇതാണ് വായടയുന്നത്. മനുഷ്യൻ്റെ നമുക്ക് എങ്ങനെയും കൺട്രോൾ ചെയ്യാം. കുരങ്ങൻ എപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കണമെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യും. അങ്ങനെ ചെയ്ത പടമാണ് ആ പടം. വളരെ ബുദ്ധിമുട്ട് ചെയ്ത പടമാണ്. പിന്നെ കഴിഞ്ഞുകൊണ്ട് ഇതായിട്ട് പറഞ്ഞു, അത് ഗാന്ധിമതി ബാലനാവൻ കൊടുത്ത ട്രാൻഡ് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് നന്നായിട്ട് പോവുകയും ചെയ്ത പടം. തെലുങ്ക് പടമാണ്. തെലുങ്കല്ല, ഇതെല്ലാ ഭാഷയും ചെയ്യാം. കാരണം ഈ കുരങ്ങനല്ലേ, മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും വരെ ചെയ്താൽ കണ്ടുപിടിക്കാൻ നോക്കില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് ചെയ്തൊരു പടമാണ് അത്. എൻ്റെ കൂടെ അന്ന് നായികയായിട്ട് ചെയ്ത അമ്പിളി, ഇന്ന് ജീവിച്ചിരിക്കില്ല, അമ്പിളി എന്ന് പറഞ്ഞ ഡബിങ് ആർട്ടിസ്റ്റായിരുന്നു ഗൗരിക്ക് ചെയ്തത്. ഞാൻ ശങ്കറായിരുന്നു, കുരങ്ങൻ ശങ്കറായിരുന്നു ഗൗരി. ആനയ്ക്ക് ചെയ്തത് കോഴിക്കോട്ടുള്ള ഒരു മായ എന്ന് പറഞ്ഞിട്ട് മായനാരായണൻ, അവരാണ് ആനയ്ക്ക് ചെയ്തത്. അപ്പം ഇങ്ങനെ പലതും നല്ല ബുദ്ധിമുട്ട് ചെയ്തൊരു പടമായിരുന്നു അത്, കാടിൻ്റെ മക്കൾ. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ? അതെനിക്ക് വളരെ മനസ്സിൽ വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഭക്തകുചേല എന്ന നെടുലാൻഡിൻ്റെ ചിത്രത്തിൽ ഈശ്വര ചിന്തയിലൊന്നേ മനുഷ്യന് ശാശ്വതം ഈ ഉലകിൽ എന്നുള്ള പാട്ട്. പലപ്പോഴും അത് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ ആരാണ്, എന്താണ് ഈ ലോകം, എന്താണ് ഈ ജീവിതം, എന്താണ് എന്ന് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തോന്നും ആ പാട്ട് കേൾക്കുമ്പോൾ. ഏതെങ്കിലും ആർട്ടിസ്റ്റ് താങ്കളുടെ ശബ്ദം കടം കൊണ്ട ശേഷം വളരെ നന്നായിരുന്നു, ഒരുപക്ഷെ എൻ്റെ അഭിനയത്തെ അത് വളരെയധികം സഹായിച്ചു എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അതെന്താ വെച്ചാൽ ഞാനത് പ്രതീക്ഷിക്കുന്നുമില്ല. പലപ്പോഴും ഇതിൻ്റെയൊക്കെ ഞാൻ മൊമെൻറ്റോ വാങ്ങാനായിട്ട് സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഈ അവതാരകമായിട്ട് നിൽക്കുന്ന സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അടുത്ത് എന്ന് പറയും, ഇന്നയാൾക്ക് ഇന്നത് ചെയ്തു എന്ന് പറയരുത്. കാരണം ആർട്ടിസ്റ്റ് അവിടെ ഇരിപ്പുണ്ട് സ്റ്റേജിൽ, മനസ്സിലായില്ലേ? അതായത് ദേവന് ഹരിയാണ് ശബ്ദം കൊടുത്തത് എന്ന് പറയരുത്. അപ്പോൾ ഓഡിയൻസ് വിചാരിച്ചിരിക്കുന്നത് ദേവൻ ശബ്ദം കൊടുത്തു എന്നാണ്. അത് ഭയങ്കര ഇൻസൾട്ടാണ് ആ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ ഓർത്ത് പറയുന്ന അവതാരകരോട് പറയും, എൻ്റെ പേര് പല ശബ്ദങ്ങൾ നൽകിയ കൂട്ടത്തിൽ അദ്ദേഹവും ഇതിനകത്ത് ശബ്ദം നൽകിയിട്ടുണ്ടെന്ന് പറയുകയേ ചെയ്യാവൂ. പിന്നെ അതൊരു ഇൻസൾട്ടായി ഇൻസൾട്ടായിട്ട് ഞാനല്ല എടുക്കുന്നത്, അവരെടുക്കും. അതെന്തിനാ ഓഡിയൻസ് പറയും ഇയാൾ. അത് 1-2 പ്രാവശ്യം പല സ്ഥലത്തും സംസാര വിഷയമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ആണുങ്ങൾ ഡബ് ചെയ്തുകൊണ്ടാണ് നിങ്ങളത് വിജയിച്ചത് എന്നിങ്ങനെ, ഹരിയുടെ ശബ്ദം കൊണ്ട് രക്ഷപ്പെട്ടതാണ് എന്നിങ്ങനെ പലരും പറയുമ്പോൾ അത് ഞാനൊരു കലാകാരനായതുകൊണ്ട് എനിക്കും ആ ഫീലിങ്സ് ഉണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ നമുക്ക് പാട്ട് പാടുമ്പോൾ യേശുദാസാണ് പാടിയത്. ഒരിക്കലും ഒരു പ്രശ്നമുണ്ടായി. ഏതോ ഒരു പിക്ചർ ഞാൻ ചെയ്തപ്പോൾ ഒരു പ്രശസ്ത നടൻ, പേര് ഞാൻ പറയില്ല, ആ നടൻ കൊണ്ടുവന്ന് കേസ് കൊടുത്തു, എൻ്റെ ശബ്ദം ഇങ്ങനെ മാറ്റി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങളല്ല തീരുമാനിക്കുന്നത്, യേശുദാസ് പാടിയല്ലേ നിങ്ങൾ അഭിനയിക്കുന്നത്, നിങ്ങൾ പാടാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഡയറക്ടർക്ക് തീരുമാനിക്കാം ആ ശബ്ദം ആരുടേതാണ്, ആർക്ക് എന്താണ് വേണ്ടത് എന്ന് ഡയറക്ടർ ക്യാൻ ഡിസൈഡ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ തർക്കിച്ചാൽ വിജയിക്കാൻ പോകുന്നില്ല. കാശ് വല്ലതും കിട്ടാറുണ്ടെങ്കിൽ പറയും, അത് ഞാൻ വാങ്ങിച്ചു തരാം, എഗ്രിമെൻ്റ് പേപ്പറോ. ശബ്ദം മാറ്റുന്നതിൽ നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനൊക്കില്ല, അതിന് ഒന്നും
കോടതി വിധിക്കാനൊക്കില്ല ഇന്നയാളുടെ ശബ്ദം ഇന്നയാൾ പറഞ്ഞു എന്ന്. അതുകൊണ്ട് പലരും പല രീതിയിലും പല ശങ്കറിൻ്റെ വോയിസ് പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ രവീന്ദ്രൻ മാഷ്, അതും കുളത്തുപ്പുഴ രവി എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഡബിങ് ആർട്ടിസ്റ്റായിരുന്നു. രവികുമാർ എന്നുള്ള നടനൊക്കെ ശബ്ദിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി ഈ രംഗം വിട്ട് മറ്റേ പാട്ടിലേക്ക് മ്യൂസിക് ഡയറക്ഷനിലേക്ക് പോയത്. അപ്പോൾ പുള്ളി ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ വരവോടുകൂടി ഞാൻ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഞാൻ സിനിമയിൽ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഞാൻ മദ്രാസിൽ വീട് വെച്ചു, കാറ് വാങ്ങി, ഇതെല്ലാം ഞാൻ ശബ്ദം കൊണ്ടുണ്ടാക്കിയതാണ്. പക്ഷെ അതോടെ അഭിനയം പൂർണ്ണമായും ഞാൻ നിർത്തിയെന്ന് പറഞ്ഞില്ല. വളരെ ചെറുതായിട്ട് സംഘം എന്നുള്ള പടത്തിനകത്ത് കളക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഞാൻ ഒരു ഗൂർക്കയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് ഞാൻ വിട്ടിട്ടില്ലായിരുന്നു. ത്രൂ ഔട്ടുള്ള സംഭവങ്ങൾ ഞാൻ കുറച്ചൊന്ന് ഒഴിവാക്കിയതല്ല. ഈ ഡബ്ബിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ഇതിലും രണ്ടും കൂടെ കാല് വയ്ക്കുന്നത് ശരിയല്ല. ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പലരും ഇതിൽ വന്നിട്ട് പരാജയപ്പെട്ടവരുണ്ട്. ഈ ശബ്ദം നൽകാൻ നോക്കിയ പേര് പറയില്ല. പല പ്രശസ്തരായ ആൾക്കാർ സിനിമയില്ലാതെ വന്നപ്പോൾ ഡബ്ബിങ്ങിന് വേണ്ടി ശ്രമിച്ചു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും അത് സാധിക്കില്ല. ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആകാൻ ഒരു ബോൺ ഗിഫ്റ്റാണ്. എന്നെ ഇതായിട്ട് ഇരുത്തിക്കൊണ്ട് ഞാൻ പറയല്ല, ബോൺ ഗിഫ്റ്റാണ്. ഇത് നമ്മൾ ഒരു ജന്മസിദ്ധമായ കഴിവാണ്. ശബ്ദം മാത്രമല്ല, അത് പ്രയോഗിക്കുന്ന രീതി, അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പം ഞാൻ പറയുന്നത് തന്നെ പല വിധത്തിൽ ഞാൻ പറയാൻ സാധിക്കും. ചിരിക്കുന്നത് തന്നെ പലതരത്തിലുള്ള ചിരികളുണ്ട്, കരയുന്നത് തന്നെ പലതരത്തിലുള്ള കരച്ചിലുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ബോൺ ഗിഫ്റ്റ്, അത് കണ്ടെങ്കിൽ. എനിക്ക് അബ്സർവേഷൻ പണ്ടേ ഉള്ളതാണ്. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാറുണ്ട്. അവരെങ്ങനെ ശബ്ദിക്കുന്നു, അവരുടെ രീതി എന്താണ്, അവരുടെ നടത്തം എങ്ങനെയാണ്. ഇതൊക്കെ അനുഭവങ്ങൾ കൊണ്ടേ കിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്കിത് വായിച്ചുകൊണ്ട് കിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളത്തിൽ രാമകൃഷ്ണ സാർ എഴുതി വെച്ചിരുന്നു, അയാൾ ബീഡി ഒരു മിന്നാമിന്നിങ്ങിൻ്റെ വെളിച്ചത്തിൽ വയലിലേക്ക് വലിച്ചെറിഞ്ഞു എന്നെഴുതി വെച്ചു. അത് സിനിമയെ കാണിക്കാൻ നോക്കില്ല. ഒരു വീഡിയോ വലിച്ചെറിയുന്നേ കാണിക്കാൻ നോക്കുള്ളൂ. ഒരു മിന്നാമിനിങ് പോലെ പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് ഭാവനയിൽ എഴുതി വയ്ക്കാൻ പറ്റും. വിഷ്വലൈസ് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും കിട്ടില്ല. താങ്കളുടെ അഭിപ്രായത്തിൽ ഈ ശബ്ദം ഒരാളുടെ അഭിനയം പൂർണ്ണമാക്കുന്നതിൽ എത്ര ശതമാനത്തോളം സഹായിക്കാൻ കഴിയും? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ശബ്ദം കൊണ്ട് പല നടന്മാരും നിൽക്കാറുണ്ട്. ഉദാഹരണം തിലകൻ സാറിൻ്റെ കാര്യം നോക്കിയാൽ ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതെ, തിരിച്ചറിയുന്നതും ശബ്ദം കൊണ്ടാണ്. നമ്മളൊരു റൂമിലിരുന്ന് അപ്പുറത്തെ ആൾ സംസാരിക്കുകയാണെങ്കിൽ ഇന്ന ആൾ സംസാരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും, കാണാതെ പറയാൻ സാധിക്കും. അപ്പോൾ ശബ്ദം ഒരു പ്രധാന ഘടകം തന്നെയാണ്. അഭിനയമില്ല എന്ന് ഞാൻ പറയില്ല, ശബ്ദവും ഒരു പ്രധാന ഘടകമാണ്. മാത്രമല്ല ശബ്ദത്തിലും ഈ വികാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. മുഖത്ത് വരുന്ന വികാരങ്ങൾ ശബ്ദത്തിൽ പ്രതിഫലിക്കണ്ടേ? സാധിക്കും. ഒരു മൂളൽ കൊണ്ട്, ഒരു ചെറിയൊരു മൂളൽ കൊണ്ട് ഒരാളെ കൊല്ലുന്ന രീതിയിൽ കൊണ്ടുവയ്ക്കും. ഒരു മൂളൽ, അവർ എന്ന് പറഞ്ഞാൽ മതി, പിന്നെ ഞാൻ കാണിച്ചു തരാമെന്നുള്ള ഒരു സംഭവം വരും. പറയണ്ട, ശബ്ദിക്കേണ്ട ആവശ്യമില്ല. ആ മൂളലിൽ പല അർത്ഥമുണ്ട്. ആ മൂളൽ കൊണ്ട് തന്നെ പലതും നമുക്ക് സാധിക്കും. ചെറിയ മൂളൽ കൊണ്ട് ഉണ്ടാകും, വലിയ മൂളലുണ്ടാവും, ഇരുത്തി മുറന്നുകൊണ്ടുണ്ടാവും. ഈ മൂളലിൽ തന്നെ പല കാര്യങ്ങളുമുണ്ട്. ശ്വാസം വിടുന്നതിലുണ്ടെന്ന് ഞാൻ പറയും. നമ്മൾ ശ്വാസം വിടുന്നുണ്ടല്ലോ, ക്യാരക്ടറെ കണ്ടിട്ട് നമ്മൾ പലതരത്തിലുള്ള ശ്വാസങ്ങൾ വിടാറുണ്ട്. അതും ഒരു കലയാണ്. അത് ആ സന്ദർഭോചിതം അതനുസരിച്ച് ചെയ്യുന്നതാണ് ഒരു യഥാർത്ഥ കലാകാരൻ്റെ കടമയും യഥാർത്ഥ കലാകാരൻ ആണെന്ന് പറയുന്നത്. റേഡിയോ നാടകങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പങ്കെടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ് ആ അനുഭവം? ഞാൻ ഈ ആകാശവാണിയിൽ പണ്ട് വന്നത് ഒരു കുഞ്ഞായിട്ടാണ്. സത്യമാഷും മിസ്കുമാരി ഞാനും കൂടെ ആണ് ആദ്യമായിട്ട് ഈ ആകാശവാണിയിൽ വരുന്നത്. റേഡിയോ നാടകത്തിന് വേണ്ടിയാണ്. റേഡിയോ നാടകത്തിന് അന്നാക്കരീന എന്ന നാടകത്തിന് വേണ്ടിയാണ് ആദ്യമായിട്ട് ഞാനിവിടെ വരുന്നത്. അപ്പോഴാണ് ഈ സ്റ്റുഡിയോ കാണുന്നതും ഒക്കെ. അപ്പോൾ ഒരു അത്ഭുത സംഭവമായിട്ട് എനിക്ക് തോന്നി, കാരണം ഇതെങ്ങനെയാണെന്ന്. അപ്പം ഓരോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നാഗവള്ളി ആർ എസ് കുറുപ്പ് സാറും ടി എൻ ഗോവിന്ദൻ സാർ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടെയാണ് പങ്കെടുപ്പിച്ചതും എടുത്തതും. 1 മണിക്കൂർ മറ്റായിരുന്നു നാടകം. അങ്ങനെയാണ് ഞാൻ ഈ റേഡിയോ സ്റ്റേഷനകത്ത് ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം ഞാൻ ബാലലോകം എന്ന പരിപാടിയിൽ പങ്കെടുക്കുമായിരുന്നു. റേഡിയോ അമ്മാവൻ്റെ വീരരാഘവൻ നായർ സാറുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം എനിക്ക് ഒരുപാട് സ്കിറ്റുകളൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ സമ്മാനം ബെസ്റ്റ് ആക്ടർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പരിശീലനം ആകാശവാണിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഇല്ല ഞാൻ പറയില്ല. പിന്നെ നാടകങ്ങൾ ടി എൻ ഗോവിന്ദൻ സാർ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ഞാനൊന്ന് ട്രിവാൻഡ്രത്തായിരുന്നു, ജഗതിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. നാടകത്തിൽ വേഷങ്ങൾ ഡബ് ചെയ്യാനുള്ള, ശബ്ദം കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പല ആൾക്കാരുമായിട്ടും എനിക്ക് ഇവിടെ മുമ്പ് അവരുമായിട്ടൊക്കെ സഹകരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതെൻ്റെ ജീവിതത്തിൽ മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യങ്ങളാണ്. കേശവദേവ് സാറ്, ടി എൻ ഗോവിന്ദൻ സാറ്, നാഗവള്ളി ആർ എസ് കുറുപ്പ് സാറ്, ജഗതി എൻ കെ ആചാര്യ സാറ്, കെ ജി സേതുനാഥൻ സാറ്, കെ ജി മേനോൻ സാറ്, ടി പി രാധാമണി, മറ്റേ രാധാദേവി, അതുപോലുള്ള പല ആൾക്കാരുമായിട്ടും ആകാശവാണി, ദേവിയമ്മ, അവരൊക്കെ എനിക്ക് മറക്കാനൊക്കെ ഇല്ല. അവരുടെ കൂടെയൊക്കെ ഞാൻ മകനായിട്ടും ഒക്കെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് പലതും. അതൊക്കെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മകളിങ്ങനെ വരികയാണ്. മറക്കാനൊക്കെ ഇല്ല അവരുടെ കൂടെ നിന്ന്.
അതും എനിക്ക് വളരെയധികം അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആകാശവാണിയിൽ നിന്നുണ്ടായിട്ടുള്ള നാടകങ്ങൾ, ഞാൻ നാടകങ്ങൾ കേൾക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ അന്ന് ഏറ്റവും വലിയ സംഭവം സ്റ്റേജ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടുത്തെ ആ ഗ്രൗണ്ടിൽ നാടകം അവതരിപ്പിക്കുമ്പോൾ തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്തു. തറവാടെന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. എനിക്ക് മറക്കാനൊക്കില്ല. കേശവദേവ് സാറാണ് എഴുതിയത് നാടകം. അന്ന് അഭിനയിച്ച് TR സുകുമാരൻ സാറ്, CI പരമേശ്വരൻ പിള്ള സാറ്, ജഗതി NK ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. TP രാധാമണി ഇവരൊക്കെ ഉണ്ടായിരുന്നു. അതെൻ്റെ കൂടെ എൻ്റെ കാമുകിയായിട്ട് അഭിനയിച്ച രാജകുമാരിയായിരുന്നു, ഇവിടുത്തെ അനൗൺസറായിരുന്നു രാജകുമാരിയായിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ മറക്കില്ല, ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്കത് തോന്നി, ഫീൽ ചെയ്തു. ആ ഗ്രൗണ്ടിലായിരുന്നു ആ നാടകം അവതരിപ്പിച്ചത്. അപ്പം ഓഡിയൻസ് ചിരിക്കുന്നതൊക്കെ റേഡിയോയിൽ കേൾക്കും. അപ്പോൾ ഒരു വാക്ക് പോലും തെറ്റിക്കാനോ ഒന്നും പറ്റില്ല. അതൊന്ന് പ്രധാനമായി പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാണാതെ പഠിച്ചേ പറ്റൂ. അതുവേണ്ടി 2-3 മാസം ഇവിടെ റിഹേഴ്സൽ ചെയ്തതിന് ശേഷമാണ് ആ നാടകം അവതരിപ്പിച്ചത്. തറവാട്. അതിൻ്റെ സ്ക്രിപ്റ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, എവിടെയോ പോയി. ഈ മദ്രാസിലേക്കുള്ള യാത്രയൊക്കെ ആയതുകൊണ്ടും എവിടെയോ നഷ്ടപ്പെട്ടു. തറവാട് ഞാൻ ഒരിക്കലും മറക്കില്ല ആ നാടകം. നമുക്ക് ആ ഒരു ഓർമ്മയിൽ മറ്റൊരു പാട്ടിലേക്ക് പോയാലോ? പോകാം. അതായത് മഴയത്തും മുൻപേ എന്ന പടത്തിൽ ആത്മാവിൻ പുസ്തകത്താളിൽ എന്ന് യേശുദാസ് പാടി ആ പാട്ടൊന്ന് കേൾപ്പിച്ചിട്ട് നന്നായിരിക്കും. ഇപ്പോഴുള്ള കലാപ്രവർത്തനങ്ങളൊക്കെ എന്തെല്ലാമാണ്? ഇപ്പോൾ ഏകദേശം എത്ര കാലമായി ഈ ഡബ്ബിംഗ് രംഗത്ത് താങ്കൾ തുടരുന്നു? ഞാൻ 80-ലാണ് ഡബ്ബിംഗ് തുടങ്ങിയത്, 1980. ഏകദേശം 2005 കഴിഞ്ഞ ഉടനെ ഞാൻ ഈ ഡബ്ബിംഗ് നിർത്തി. കാരണം പ്രായമായി. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറഞ്ഞ പോലെ അവസാനം വരെ ചെയ്യുക എന്നൊന്നും ഞാൻ ദൃഢനിശ്ചയം എടുത്തിട്ടില്ല. പിന്നെ 19 വയസ്സായത് കാരണം പഴയതുപോലെയൊന്നും ഉള്ള ഒരു എനർജിയൊന്നും ഇല്ല. പിന്നെ ഇതിനിടയ്ക്ക് എൻ്റെ വൈഫ് മരിച്ചുപോയി. ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ഒരു ഒറ്റത്തടിയായിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു ലോൺലി ലൈഫാണ് ഇപ്പോൾ എൻ്റെ ജീവിതം. എങ്കിലും അത്യാവശ്യം പരിപാടികൾക്ക് ശബ്ദം കൊടുക്കുന്നുണ്ട് അല്ലേ? ഇത് വളരെ അപൂർവമായിട്ട് തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ശബ്ദം കൊടുക്കണമെന്നല്ലാതെ പഴയ പോലെ എനിക്ക് പറ്റുന്നില്ല. ഉള്ള കാര്യം തുറന്ന് പറഞ്ഞാൽ അബൈത്തൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ തന്നെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷനിലിരുന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്, എങ്ങനെ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യണം. അതുപോലും എനിക്ക് എൻ്റെ എനർജി രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരിക്കുമ്പോൾ പലർക്കും പറഞ്ഞു കൊടുത്ത് വൈകുന്നേരം ഞാൻ അവശനായിട്ടാണ് പോകാറുള്ളത്. പിന്നെ ഇതിനകത്ത് പലർക്കും ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഒരു ഡെഡിക്കേഷൻ ഇല്ല. അത് വേണം. ഞാൻ ആ ഒരു ചിന്തയോടുകൂടിയാണ് ഈ കലയെ സ്നേഹിക്കുന്നത്. കലയെ ഞാൻ സ്നേഹിച്ചു വന്നതാണ്. കല കൊണ്ട് ഒരുപാട് കാശുണ്ടാക്കാമെന്നും ക്യാരവൻ വാങ്ങിക്കാമെന്നും അല്ലെങ്കിൽ മണിമാളിക കെട്ടാമെന്നും വിചാരിച്ചില്ല. കുറച്ച് ത്യാഗ മനോഭാവത്തോടുകൂടിയുള്ളവർ വേണം ഈ രംഗത്തേക്ക് വരാൻ. കലയെ അങ്ങനെ കാണണം, അതിൻ്റേതായ രീതിയിൽ, അതിൻ്റേതായ ബഹുമാനത്തോടു കൂടി, അതിൻ്റേതായ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി കാണണം എന്നുള്ളൊരു എളിയ അഭ്യർത്ഥനയുണ്ട്. പലരും കാശുണ്ടാക്കുക, പെട്ടെന്ന് തീർത്ത് ഓടുക. അപ്പോൾ അങ്ങനെയല്ല അത് എന്ന് ഞാൻ പലപ്പോഴും പറയുമ്പോൾ പലർക്കും അത് മനസ്സിലാകുന്നില്ല. അത് പുതിയ തലമുറയുടെ കുഴപ്പമാണെന്നല്ല, അവരുടെ രീതി അതാണ്. ഏറ്റവും കൂടുതൽ ഡബ്ബി, ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഓടുക എന്നുള്ള ഒരു സംഭവം അത് ലോങ് സ്റ്റാൻഡിങ് ആയിരിക്കില്ല. എനിക്കൊക്കെ ഒരു 10-30 വർഷം ഈ രംഗത്ത് നിൽക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ആ ചെയ്തതിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ്. ഞാൻ അവിടുന്ന് പ്ലെയിനിന് വരാനും എന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഉള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായെങ്കിൽ അതിന് അർഹനായതുകൊണ്ട് മാത്രമാണല്ലോ, അല്ലെങ്കിൽ ചെയ്യില്ലല്ലോ. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ പുതിയ തലമുറയ്ക്ക് ഉണ്ടാവണം. അതില്ല എന്നുള്ളതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ കുഴപ്പം. പുതിയ തലമുറ അത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. തീർച്ചയായും. പ്രത്യേകിച്ച് ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നമ്മുടെ വരുന്ന ശബ്ദകലാകാരന്മാർ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആകാശവാണിയുടെ സ്റ്റുഡിയോയിൽ വന്ന് ഇത്രയും സമയം നമുക്ക് വേണ്ടി സംസാരിച്ചതിനും ഓർമ്മകൾ പങ്കുവച്ചതിനും പ്രത്യേകം നന്ദി പറയുന്നു. വളരെ നന്ദി. എന്നെ ഇപ്പോഴെങ്കിലും നിങ്ങളൊക്കെ ഓർത്തല്ലോ. പലരും മറന്നു കഴിഞ്ഞു, മരിച്ചു എന്നാണ് പലരും അറിഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പം ഒരു അറിയപ്പെടാത്ത കലാകാരനായി ഇരുന്നുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. എന്നേലുള്ള കലാകാരന് എനിക്ക് വേണ്ട വിധത്തിലുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനതിൽ പൂർണ്ണ സംതൃപ്തനാണ്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു വാക്ക്, നന്നായി ഈ രംഗത്ത് പ്രവർത്തിക്കുക, ആത്മാർത്ഥത കാണിക്കുക. എല്ലാ രംഗത്തുമുള്ള ആൾക്കാർ, ശബ്ദം മാത്രമല്ല, അഭിനയ രംഗത്തും ബാക്കിയുള്ള രംഗത്തും, പാട്ടിൻ്റെ രംഗത്തും, പാട്ടുകാരും സംഗീത സംവിധായകരും എല്ലാവരും, സിനിമാ സംവിധായകരും നാടക സംവിധായകരും അവരുടെ ആത്മാർത്ഥത പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ആത്മസമർപ്പണം ചെയ്യുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രത്യേകിച്ച് എന്നെ വിളിച്ച ആകാശവാണിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. ചലച്ചിത്ര അഭിനേതാവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഹരി അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നിർവഹണം MV ശശികുമാർ. നിർവഹണ സഹായം വിനോദ് കലറ.